താണ്ഡവം. രചനാ സംഭാഷണം രുദ്രപ്രിയ. ആദ്യം അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് അവളുടെ മാറിടത്തിൽ മുഖം അമർത്തി വെച്ചു. ഒന്നും ഓർക്കാതെയാണ് അങ്ങനെ ചെയ്തെങ്കിലും കണ്ണു തള്ളി നിൽക്കുന്ന ബാലയെ കണ്ടപ്പോൾ അവന് ചിരി വന്നു. പെണ്ണിൻ്റെ 2 കണ്ണും തുറിച്ചിപ്പോൾ താഴെ വീഴും എന്ന മട്ടിലാണ്. പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി. ആ, അങ്ങനെ പിണങ്ങാതടോ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, പെട്ടെന്നറിയാതെ ചെയ്തു പോയതാണ്. പിന്നെ തൻ്റെ മുഖം കണ്ടപ്പോൾ ഒരു കുസൃതി തോന്നി. അവൻ ഒന്നുകൂടി അവളെ വലിച്ച് തൻ്റെ മടിയിലിരുത്തി. അച്ചുവേട്ടൻ എന്തായി കാണിക്കുന്നേ? താഴെ അമ്മയും ശങ്കരമാവനും ഒക്കെയുണ്ട്. അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ബാല പറഞ്ഞു. നീ ഇങ്ങനെ കിടന്ന് പിടച്ചാൽ ഞാൻ വിടില്ല ബാല. അപ്പോഴേക്കും പെണ്ണവൻ്റെ കഴുത്തിലൂടെ 2 കൈയും പിണച്ചുകൊണ്ട് അവനെ ദേഷ്യത്തിൽ നോക്കി. അച്ചുവേട്ടനെ പൊളിത്തിരി കളി കൂടുതലാണ് ആണോ? പെണ്ണിൻ്റെ ഇടുപ്പിലൊന്നും നുള്ളിക്കൊണ്ട് അവൻ അവളെ കളിയാക്കി. വിട്ടേ അച്ചുവേട്ടാ. വിടാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഞാനൊന്ന് ചോദിച്ചാൽ തരുമോ? എങ്കിൽ പെട്ടെന്ന് വിടാം. എന്ത് തരാൻ? ദേ ഇവിടെ ഒരു മുത്തം, പെട്ടെന്ന് തന്നാൽ വിടാം. മുത്തമോ? അതൊന്നും പറ്റില്ല. ആ, എന്നാൽ ഇവിടെ ഇരിക്ക്, ഞാൻ വിടില്ല. അമ്മാവനും അമ്മയും ഒക്കെ വന്ന് കാണട്ടെ. അച്ചുവേട്ടാ, വെറുതെ കളിക്കാൻ നിൽക്കാതെ വിട്ടേ. അങ്ങനെ എൻ്റെ അടുത്ത് നിന്നും പോകാൻ പറ്റുമെങ്കിൽ നീ എഴുന്നേറ്റ് പോക്കോ. ഒരു മുത്തമല്ലേ പെണ്ണെ ചോദിച്ചുള്ളൂ? നിസ്സഹായതയോടുകൂടി ചോദിക്കുന്നവനെ കണ്ടപ്പോൾ ഒടുവിൽ ബാല അവൻ്റെ കവിളിൽ പതിയെ ചുണ്ടു ചേർത്തു. ഒരെണ്ണം കൂടി താമോളെ പ്ലീസ്. ഇനിയില്ല പ്ലീസ്. അത്രയും കെഞ്ചി ചോദിക്കുന്നവനെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൾ വേഗം അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് താഴേക്ക് വന്നു. ജയ വൈകുന്നേരം പുഴുങ്ങിയ ചേമ്പും മുള കുടച്ചതും കൂടി എടുത്ത് സുമയുടെ വീട്ടിലെത്തി. ആഹാ, മാമിന്ന് കാര്യമായിട്ടാണല്ലോ വന്നേക്കുന്നേ. സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് വെറും കൈയോടെ കയറി വരുന്നത് എങ്ങനെയാടി? ആഹാ, നിന്നോടും പറഞ്ഞായിരുന്നോ? സുമ ചേമ്പുടച്ചതും മുളകും കൂടി അല്പം എടുത്ത് വായിലേക്ക് വെച്ച് ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ചോദിച്ചു. വിളിച്ചിരുന്നു. ഇന്നലെ നിന്നെ വിളിച്ച് ഉടനെ തന്നെ തിരിച്ച് എന്നെയാണ് വിളിച്ചത്. എന്തായാലും കേട്ട വാർത്ത സന്തോഷം തന്നെയാണ്. മറ്റന്നാളല്ലേ അവർ വരുന്നത്? കാര്യങ്ങളൊക്കെ നീ ഒരുക്കിയോ? ശ്രീധരേട്ടൻ അയാളോട് പറഞ്ഞോ? ജയ് ചോദിക്കുമ്പോൾ ലക്ഷ്മിയും അമ്മയും മുഖത്തോട് മുഖം നോക്കി. അച്ഛനോട് പറയേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് മാമി. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സമയത്ത് വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കും. അതെന്തായാലും ഉറപ്പാണ്. അയാളോട് ഞാൻ പറയുന്നില്ല, പറയേണ്ട കാര്യവുമില്ല. എൻ്റെ മോളുടെ വിവാഹം തീരുമാനിക്കുന്നത് ഞാനാണ്. അതിൽ അയാൾക്ക് ഒരു കാര്യവുമില്ല. എന്തായാലും ആ സ്റ്റേഷനിൽ വെച്ച് SI സാറിനോട് കൂടി കാര്യം പറഞ്ഞേക്കണം. അന്നെന്തായാലും ആ സാറും കൂടി കാണും. ആദി സാറിൻ്റെ വലിയ കൂട്ടുകാരനല്ലേ. അയാൾ കൂടെയുണ്ടെങ്കിൽ ശ്രീധരൻ പ്രശ്നത്തിന് വരില്ല. എന്നാലും നീ സൂക്ഷിക്കണം സുമേ. മുറിവേറ്റ പാമ്പാണ് അയാൾ. എപ്പോൾ വേണമെങ്കിലും അവസരം കിട്ടിയാൽ അത് മുതലാക്കാൻ ശ്രമിക്കും. ജയ പറയുമ്പോൾ സുമയും ലക്ഷ്മിയും അത് ശരിവെച്ചു. അന്ന് ഏറെ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് ജയ പോയത്. രാത്രിയിൽ പതിവ് പോലെ 4 കാലിൽ ശ്രീധരൻ കയറി വന്നു. ഇടവഴി കയറുമ്പോൾ തന്നെ പൂരപ്പാട്ടായിരുന്നു. എന്നോട് ഈ വീട്ടിൽ താമസിക്കരുതെന്നും എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഇടപെടരുതെന്നും പറയാൻ അവനാരാ? വലിയൊരു SIMN വന്നിരിക്കുന്നു. അറിയില്ല ശ്രീധരൻ ഇവർക്കാർക്കും. ശ്രീധരൻ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടാൻ ഏതറ്റം വരെയും പോകും. ബാലയെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റേത് തന്നെയാകും. ഒരു മറ്റവനും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. കയറി വരുമ്പോൾ പറഞ്ഞ് വരുന്നതൊക്കെ എല്ലാവർക്കും കേൾക്കുന്ന അത്രയും ഉച്ചത്തിലാണ്. ശ്രീധരൻ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ വിവാഹം നിർത്താനും സമ്മതിക്കില്ല. അപ്പോഴേക്കും അയാൾ അകത്തേക്ക് കയറിയിരുന്നു. എന്നെ ഒഴിവാക്കിക്കൊണ്ട് അമ്മയും മക്കളും തീരുമാനിക്കുന്നതൊന്നും ഞാൻ നടത്തി തരില്ല. അതിൻ്റെ വാശി കൂടിയാണ്. സുമയെ നോക്കി കനപ്പിച്ച് കരഞ്ഞുകൊണ്ട് ശ്രീധരൻ അകത്തേക്ക് പോയി. ലക്ഷ്മി അത് കണ്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ പ്രശ്നമുണ്ടാക്കുമോ അമ്മേ? അയാൾ പ്രശ്നമുണ്ടാക്കിയാൽ അത് നേരിടാൻ കെൽപ്പുള്ള ഒരുത്തൻ്റെ കയ്യിൽ തന്നെയാണ് അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ അച്ഛന് പിന്നെയും ഹോസ്പിറ്റലിൽ ചെന്ന് കിടക്കാൻ സമയമായി എന്ന് തോന്നുന്നു. നിസ്സാരം പോലെ സുമ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ അമ്മയ്ക്ക് ഇത്രയുമൊക്കെ ധൈര്യം ഉണ്ടായോ എന്ന് ലക്ഷ്മി അന്തം വിട്ടു. കൂടാതെ അവളുടെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരിയും മുട്ടിട്ടു. അമ്മയുടെ സംസാരം കേട്ട് മൂക്കറ്റം കുടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ ശ്രീധരൻ ബോധം കെട്ടതുപോലെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മയും മകളും കൂടി അടുക്കളയിൽ ഇരുന്ന് എന്തോ പറഞ്ഞ് കാര്യമായി ചിരിക്കുന്നുണ്ട്. ശ്രീധരൻ അത് നോക്കിക്കൊണ്ട് അടുക്കള തിണ്ണയിൽ അല്പനേരം നിന്നു. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരുമിച്ചല്ലേ? ഞാൻ മാത്രം വെളിയിലായി. അവരുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് സുമയെ ചാരിയിരുന്നു. എന്നാൽ സുമ അത് ഇഷ്ടപ്പെടാതെ തോളുകൊണ്ട് അയാളെ വെട്ടിച്ചു മാറ്റി. നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണ്. അത് പിന്നെ പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷെ നീ പോലും ഇങ്ങനെ മാറിപ്പോയതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. അച്ഛൻ 2 ആണെങ്കിലും അമ്മ 2 പേരുടെയും ഒന്നാണ്. ഇത്രയും നല്ലൊരു വീട് ഇവിടെ ഉണ്ടായിട്ടും അവൾ കണ്ട വീട്ടിലെ അടുക്കളയിൽ കിടക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? അല്ലെങ്കിൽ തന്നെ പ്രായമായ ഒരു പെണ്ണിനെ ഇവളിങ്ങനെ കണ്ടിടം നിറങ്ങാൻ അയക്കുന്നത് തന്നെ മോശമല്ലേ?
പിന്നെ ശ്രീധരൻ എന്തോ പറയാൻ തുടങ്ങിയതും സുമ അയാളുടെ നേർക്ക് കൈ ഉയർത്തി. എന്തായാലും നിങ്ങളെ പേടിച്ച് ഈ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതാണ് മനസ്സമാധാനത്തോടു കൂടി അവിടെ കഴിയുന്നത്. എൻ്റെ മോൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ വരണ്ട. പിന്നെ ഞായറാഴ്ച അവിടുന്ന് ആൾക്കാർ വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ പിന്നെയും നിങ്ങൾ ജയിലിലായിരിക്കും. അത് ഓർമ്മ വേണം. ഇത്രയും നാൾ നിങ്ങളെ ഭയന്ന് കഴിഞ്ഞ സുമയല്ല ഞാനിപ്പോൾ. പറഞ്ഞില്ലെന്ന് വേണ്ട. സുമയുടെ അത്രയും ഉറപ്പോടു കൂടിയുള്ള ശബ്ദം കേട്ടപ്പോൾ ശ്രീധരൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു. ഇതെല്ലാം കൂടി ചേർത്ത് ശ്രീധരൻ കണക്ക് പറയുന്ന ഒരു ദിവസമുണ്ടാവും. അത് വിദൂരമല്ല. ചെവിന്നുള്ളിക്കോ അമ്മയും മോളും. അന്ന് ഈ കാണുന്ന ഉശുരൊക്കെ കാണണം. ശ്രീധരൻ ഒന്നും കാണാതെ ഒന്നിനും ഇറങ്ങില്ല. പുറത്തിരിക്കുന്ന ബക്കറ്റിൽ ആഞ്ഞു വീശി തൊഴിച്ചുകൊണ്ട് അയാൾ പറമ്പ് മുറിച്ച് റോഡിലേക്ക് ഇറങ്ങി നടന്നു. ഞായറാഴ്ച അച്ഛൻ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുമോ അമ്മേ? കണ്ടിട്ട് പേടി തോന്നുന്നു. ലക്ഷ്മി അവളുടെ മനസ്സിൽ തോന്നിയത് അതുപോലെ പറഞ്ഞു. മുമ്പായിരുന്നെങ്കിൽ അമ്മ പേടിക്കും, ഭയക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്കതിന് നേരമില്ല. ശനിയാഴ്ച രാത്രിയിൽ ശങ്കരമ്മാവിൻ്റെ ഭാര്യയും കൂടി കുന്നത്തെത്തി. മോൾ തിരികെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അമ്മ തനിച്ചായി. അപ്പോൾ പിന്നെ മംഗലത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് കരുതി. അതാകുമ്പോൾ ബാലമോളെയും കാണാമല്ലോ. എല്ലാവരും കൂടി ആയപ്പോൾ അന്നത്തെ രാത്രി വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കളിച്ചിരിയും തമാശയും ഒക്കെ പറഞ്ഞ് ശങ്കരമ്മാവനും അമ്മയും ആദിയും ഒരുമിച്ചിരുന്നപ്പോൾ മോനൂട്ടനെയും മടിയിൽ വെച്ച് ബാലയും അവർക്കൊപ്പം കൂടി. നേരെ എത്ര ആയെന്നറിയാമോ? പോയി കിടക്കാൻ നോക്ക്. ഇപ്പോൾ തന്നെ സമയം 12 കഴിഞ്ഞു. ഇടയ്ക്ക് വെച്ച് ആദ്യം ഓർമ്മപ്പെടുത്തുമ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റ് കിടക്കാൻ പോയത്. രാവിലെ ബാല പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റ് എല്ലാവർക്കുമുള്ള ചായ ഉണ്ടാക്കി. അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചായ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കേണ്ടി വന്നില്ല. കൈയോടെ എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു. ഇഡലിയും സാമ്പാറുമായി കഴിഞ്ഞപ്പോൾ എല്ലാവരെയും വിളിച്ചു കാപ്പി കുടിക്കാനായി. ഏകദേശം 10 മണിയോടടുത്തപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും എത്തി. പിന്നെ എല്ലാവരും കൂടി നേരെ സുമയുടെ വീട്ടിലേക്ക് തിരിച്ചു. ഇറങ്ങുന്നതിന് മുമ്പ് അവൾ അകത്ത് കയറി ഡോർ അടയ്ക്കുന്നത് വരെ അവൻ കാത്തിരുന്നു. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട, ഞങ്ങൾ വന്നതിന് ശേഷം മാത്രം തുറന്നാൽ മതി. എന്തോ ശ്രീധരൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലോ എന്ന ഭയം ആദിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ബാലയോട് പറഞ്ഞു, അങ്ങനെയൊന്നും എന്നെ ഒന്നും ചെയ്യില്ല അച്ചുവേട്ടാ, പേടിക്കണ്ട. ആദിയെ ആശ്വസിപ്പിച്ച് അവൾ പറഞ്ഞു വിട്ടു. എല്ലാവരും പോകുന്നത് കണ്ടപ്പോൾ മോനൂട്ടൻ ചുണ്ടു ചുളുക്കി തുടങ്ങി. അവൾ കുഞ്ഞുമായി മുറിയിലേക്ക് പോയി. മുറ്റത്ത് 2 കാർ വന്ന് നിന്നപ്പോൾ സുമയും ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും ജയയും കമലവും പുറത്തേക്ക് ഇറങ്ങി വന്നു. ആഹാ, കമലം ഇവിടുത്തെ ആളായോ? പ്രസിഡന്റ് ചോദിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി. വിരുന്നുകാരെ നിറഞ്ഞ മനസ്സോടുകൂടി എല്ലാവരും അകത്തേക്ക് ക്ഷണിച്ചു. കമല രാവിലെ എത്തിയോ? മംഗളത്തമ്മ ഒട്ടൊരു ചിരിയോടെ ചോദിച്ചു. ഇവിടെയും ആരെങ്കിലും ഒക്കെ വേണ്ടേ അമ്മച്ചി? അതുകൊണ്ട് ഞാൻ രാവിലെ പോന്നു. ആദിയെ കണ്ടപാടെ ഉണ്ണിക്കുട്ടൻ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ കയ്യിൽ തൂങ്ങി. ആഹാ, കുഞ്ഞളിയൻ നല്ല സ്റ്റൈലിലാണല്ലോ. ആദിയുടെ കയ്യിൽ തൂങ്ങി നടക്കുന്നവനെ ഹരി കളിയാക്കി. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും നോട്ടം ഉണ്ണിക്കുട്ടനിലായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹോസ്റ്റലിൽ നിന്നും വന്നതിനേക്കാൾ ഉണ്ണിക്കുട്ടൻ നന്നായിട്ടുണ്ട്. മോനൂട്ടനെയും ബാലേച്ചിയും കൂടി കൂട്ടിക്കൊണ്ടുവരാമായിരുന്നു. അതെന്താ അവരെ കൊണ്ടുവരാത്തത്? ഉണ്ണിക്കുട്ടൻ നിഷ്കളങ്കമായി ചോദിക്കുമ്പോൾ മംഗലത്തമ്മ ഉൾപ്പെടെയുള്ളവർ ചിരിച്ചു. എല്ലാവരും അകത്തേക്ക് കയറി സോഫയിലിരുന്നു. ഹരിയുടെ നോട്ടം അവിടെ എങ്ങാനും ശ്രീധരനുണ്ടോ എന്നായിരുന്നു. അത് മനസ്സിലാക്കി എന്ന വണ്ണം ജയ അവനെ നോക്കി. സാർ ഇന്നലെ തന്നെ വിളിച്ച് ശ്രീധരനേട്ടനെ നന്നായി ഉപദേശിച്ചല്ലേ? അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. രാവിലെ തന്നെ ആള് സ്ഥലം വിട്ടു. പോകുന്നതിന് മുമ്പ് ഇവിടെ അമ്മയോടും മോളോടും അല്പം വിരട്ടലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആളില്ല ഇവിടെ. ലക്ഷ്മി എല്ലാവർക്കും ഉള്ള ചായയുമായി പുറത്തേക്ക് വരുമ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ണിക്കുട്ടൻ കഴിക്കാനുള്ള സ്വീറ്റ്സുമായി വന്നു. എല്ലാവരും ചായ ചുണ്ടോട് ചേർക്കുന്നതിനിടയിലാണ് പ്രസിഡന്റ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. വന്ന കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഒരു ഡേറ്റ് എടുക്കുന്നതിനുള്ള ആവശ്യമല്ലേ ഉള്ളൂ സുമയെ? പ്രസിഡന്റിൻ്റെ ചോദ്യം കേട്ടപ്പോൾ സുമ എല്ലാവരെയും നോക്കി. മനസ്സുകൊണ്ടെൻ്റെ എല്ലാ അനുഗ്രഹവും അവർക്ക് ഞാൻ എന്നേ കൊടുത്തതാണ് പ്രസിഡന്റ്. അതുകൊണ്ട് ഇനി ചടങ്ങ് മാത്രം മതി. എത്രയും പെട്ടെന്ന് ഒരു ഡേറ്റ് എടുക്കാം. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു.